അതിന്റെ 7-ാം വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ കുഞ്ഞാട് എന്ന് പറയുന്നത് യേശു കർത്താവിനെ കുറിച്ചാണ്. കാന്ത എന്ന് പറഞ്ഞിരിക്കുന്നത് തന്റെ സഭയാകുന്ന, തന്റെ ശരീരമാകുന്ന സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ വിഷയങ്ങൾ നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 11:2 ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുകയാണ്. കാരണം ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച ഓരോ ദൈവ പൈതലും യേശു ക്രിസ്തുവിന്റെ കാന്തയാണ്. നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ വിവാഹത്തിന്റെ നാളുകൾ അടുത്തു വരുന്നു. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 19:7 വായിച്ചത്. അവന്റെ കാന്തയും കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അത് വന്നില്ല. വരുന്നതിനുള്ള ആ സമയം വേഗത്തിൽ അടുത്ത് വരുന്നു. അതുകൊണ്ട് കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഇന്ന് വിവാഹവേളയിൽ ഒരു വധുവിനെ അല്ലെങ്കിൽ മണവാട്ടിയെ ഒരുക്കുന്നതിന് അനേകര് അതിനുവേണ്ടി ബന്ധപ്പെടാറുണ്ട്. ഒരുക്കിയാണ് ആ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇവിടെ ക്രിസ്തുവിന്റെ കാന്തയായ സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവൻ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം ഒരുങ്ങുന്നതിന് വേണ്ടി നമുക്ക് അതിനുള്ള റിസോഴ്സസ് എല്ലാം ദൈവം തന്നിട്ടുണ്ട്. അത് നമുക്ക് പുറകാലെ ചിന്തിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഒരുങ്ങുവാൻ വേണ്ടുന്നതെല്ലാം നൽകി തന്നിട്ടുണ്ടെങ്കിലും ഒരുങ്ങേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. തന്നെത്താൻ ഒരുക്കേണ്ടതാണ്. ആത്മീക ജീവിതത്തിൽ നമുക്ക് മറ്റാരെയും പഴിചാരുവാൻ സാധ്യമല്ല. ആത്മീക ജീവിതത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും നിക്ഷിപ്തമായിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഒരുങ്ങുവാൻ അനേകർ നമ്മെ സഹായിക്കാം. നമുക്ക് ദൈവം അനേക റിസോഴ്സസ് അതിനുവേണ്ടി ഉപാധികൾ നൽകി തന്നിട്ടുണ്ട് നമുക്ക് ഒരുങ്ങുവാൻ വേണ്ടി. പ്രിയപ്പെട്ട, ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ എൻട്രൻസ് എക്സാം എഴുതുന്നു അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നു എന്ന് വിചാരിക്കുക. എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന ഒരു കുഞ്ഞിന് അവന്റെ മാതാപിതാക്കൾ അവന് ഒരുക്കത്തിന് വേണ്ടി ചിലപ്പോൾ ഗൈഡുകൾ വാങ്ങിച്ചു കൊടുക്കാം, അവനെ കോച്ചിങ്ങിന് വേണ്ടി വിടാം, അവന് വേണ്ടി വേണ്ടുന്നതൊക്കെയും അവർ ചിലരൊക്കെ ലീവ് എടുത്തിരുന്ന വീട്ടിൽ കുഞ്ഞിന് വേണ്ടി അവന് വേണ്ടുന്ന എല്ലാ കെയറും കൊടുത്ത് അവനെ പഠിപ്പിച്ച് അങ്ങനെ അവന് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും അവന് ചെയ്തു കൊടുക്കുവാൻ വേണ്ടി അവർ ബന്ധപ്പെടുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് ഈ റിസോഴ്സസും എല്ലാം അത് ഉപയോഗപ്പെടുത്തി നന്നായി പഠിച്ചില്ലെങ്കിൽ ഒരിക്കൽ പോലും ആ എക്സാമിനേഷൻ അവന് പാസ്സാകുവാൻ സാധ്യമല്ല. എന്നതുപോലെ നമ്മൾ ഓരോരുത്തരും നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയെങ്കിൽ മാത്രമേ ശരിയായിട്ട് നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങുവാൻ സാധ്യമാകുകയുള്ളൂ. എസ്പെഷ്യലി നമ്മൾ ദൈവത്തിന്റെ സഭയാകുന്ന നമ്മൾ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ വരവിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന തന്റെ കാന്തയായ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ആ 2 കൊരിന്ത്യർ 11:3 വാക്യത്തിൽ തൊട്ടുതാഴെ പറയുന്നു, അദ്ദേഹത്തിന്റെ ഭയപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഭയപ്പെടുകയാണ്. എന്താണ് ഭയപ്പെടുന്നത്? ഹവ്വായെ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. ഒരു ദൈവഭക്തന്റെ ഭയം നോക്കണേ. അത് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ക്രിസ്തുവുമായി വിവാഹ നിശ്ചയത്തിൽ എന്നാലും പൗലോസിന്റെ ഭയം ഇതാണ്. ആദ്യ നാളുകളിൽ വളരെ തീക്ഷ്ണതയുണ്ട്, വളരെ സ്നേഹമാണ്, വളരെ ഊർജ്ജസ്വലതയോടെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ സർപ്പം ഏദനിൽ വെച്ച് ഹവ്വായെ ചതിച്ചതുപോലെ
ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും ആ നിർമ്മലതയും ആ ഭക്തിയും ആ സ്നേഹവും എല്ലാം വിട്ട് അവരുടെ ഹൃദയം ക്രിസ്തുവിൽ നിന്നും പുറകോട്ട് പോയി അവർ വിശ്വാസത്തിൽ നിന്ന് തന്നെ പുറകോട്ട് പോകുമോ, ആ ദിവസം വരുമ്പോൾ അവർ കർത്താവിനെ എതിരേൽപ്പാൻ കാണുമോ എന്നുള്ള ഭയത്താൽ പൗലോസ് അവർക്ക് വേണ്ടി ഭാരപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ കാന്തൻ വരാറായി. ഈ ലോക സംഭവങ്ങളൊക്കെയും വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുമ്പോൾ ഒരു കാന്ത എപ്രകാരമാണ് ആ മണവാളന്റെ മുൻപിൽ നിൽക്കേണ്ടത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ആരെ ചേർക്കുവാനാണ് വരുന്നത് എന്ന് വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. തന്നെ കാത്തിരിക്കുന്ന, തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്ന, നിർമ്മലതയോടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമക്കളെ, വിശുദ്ധിയിൽ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാനാണ് കാന്തൻ വരുന്നത്. നമ്മൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്. കൊലോഷ്യൻസ് 1:22. അവന്റെ മുൻപിൽ, കർത്താവിന്റെ മുൻപിൽ, അവന്റെ വരവിങ്കിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധരായിട്ട് വേണം നിൽക്കുവാൻ, നിഷ്കളങ്കരായി വേണം നിൽക്കുവാൻ, കുറ്റമില്ലാത്തവരായി വേണം നിൽക്കുവാൻ. ഹല്ലേലൂയ. കൊലോഷ്യൻസ് 1:28 അതേ അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണം. ഹല്ലേലൂയ. വീണ്ടും എഫേസ്യ ലേഖനം എഫേസ്യൻസ് 5:26 and 27. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26, 27. കരാചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ നാം കാണുന്നു, സഭയെ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവർ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഈ വാക്യങ്ങളൊക്കെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് ഈ കാന്ത ഒരുക്കപ്പെട്ടവളാണ്. ഹല്ലേലൂയ. അവൾ നിർമ്മലതയിൽ, നിഷ്കളങ്കതയിൽ, വിശുദ്ധിയിൽ, ദൈവത്തിന്റെ പരിപൂർണതയിൽ പൂർണ്ണയായ ഒരു സഭയാണ്, അല്ലെങ്കിൽ ഒരു കന്യകയായ ഒരു സഭയാണ് കർത്താവിന്റെ മുൻപിൽ വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഏതെല്ലാം മേഖലകളിലാണ് നാം ഒരുക്കപ്പെടേണ്ടത് എന്ന് പെട്ടെന്ന് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. ഏതെല്ലാം മേഖലകളിൽ നാം ഒരുക്കപ്പെടണം? ദൈവത്തിന്റെ വചനം നമ്മോട് ഏതെല്ലാം മേഖലകളിലാണ് നാം ഒരുക്കപ്പെടേണ്ടത് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഒന്നാമതായി നമുക്ക് ചിന്തിക്കാം, റെവലേഷൻസ് 2:4 and 5. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളിക്ക് അതിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ആ ഡിവോഷനിൽ നീ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇവിടെ ആദ്യ കർത്താവ് പറയുന്ന എഫേസോസിലെ സഭയെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അറിയാം, അവരുടെ അനേക ഗുണങ്ങൾ അവിടെ പറയുന്നുണ്ട്. 1-ാമത്തെ വാക്യങ്ങൾ വായിക്കേണ്ട, ഒന്ന് കാണിക്കാൻ പറ്റുമോ? റെവലേഷൻസ് 2:1. അതെ, 2-ാമത്തെ വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, നിന്റെ സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത്, നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അനേക ഗുണങ്ങളുണ്ട്. മറ്റൊരു സഭകൾക്കും ഇല്ലാത്തതുപോലെ നല്ല നല്ല ഗുണങ്ങളുള്ളതാണ് എഫേസോസിൽ
സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയും. എത്ര സീരിയസ് ആയിട്ടൊരു കാര്യമാണെന്ന് നാം ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കുക, നമുക്ക് ദൈവത്തോടുള്ള ആ സ്നേഹം, ആ ഡിവോഷൻ എപ്രകാരമായിരിക്കുന്നു, കർത്താവുമായിട്ടുള്ള ആ സ്നേഹബന്ധം എപ്രകാരമായിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിലും കർത്താവ് പറയുന്നുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അപ്പൊ അന്നാളിൽ അനേകർ വന്നു പറയും, ഞാൻ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. പക്ഷേ കർത്താവിന്റെ മറുപടി, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, എനിക്ക് നീയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളോട് വിളിച്ചറിയിക്കുന്നത് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതല്ല കർത്താവിനോടുള്ള സ്നേഹം. ഹല്ലേലൂയ. ആ യഥാർത്ഥമായ സ്നേഹം നാം എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുവാൻ ഞാൻ നിങ്ങളോടൊരു കാര്യം, ഒരു ഉദാഹരണം പറഞ്ഞുകൊള്ളട്ടെ. ന്യൂലി വെഡഡ് കപ്പിൾ, അതായത് പുതുതായി വിവാഹം കഴിച്ച ഭാര്യ ഭർത്താവ്. നമ്മളെല്ലാവരും ഭാര്യ ഭർത്താക്കന്മാരാ. നമ്മുടെ ആ പഴയ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു പോകാമോ? ആദ്യമായി നാം വിവാഹം കഴിച്ച ആ ദിനങ്ങളെ ഒന്ന് ഓർക്കാമോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം എപ്രകാരമായിരുന്നു? ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുക, അല്ലെ? ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുക, വിളമ്പി മറ്റൊരാളുടെ വായിൽ വെച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തിന് വേണ്ടി ഭാര്യ കാത്തിരിക്കുക. ഭാര്യയുടെ സാമീപ്യത്തിന് വേണ്ടി അവളുമായി സംസാരിക്കുവാൻ അല്ലെങ്കിൽ സമയം ചിലവിടുവാൻ കാത്തിരിക്കുന്ന ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇപ്പോൾ ആകെ ഒരാൾക്കും മറ്റൊരാളെ പിരിഞ്ഞ് ഇരിക്കുവാൻ സാധ്യമല്ലേ അല്ല. ഏതെങ്കിലും സമയം കിട്ടിയാൽ എങ്ങനെയെങ്കിലും ഭർത്താവിന്റെ അടുത്ത് ഓടി ചെല്ലുക, അദ്ദേഹത്തോട് സംസാരിക്കുക, അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുക, വർത്തമാനം പറയുമെങ്കിലും നമുക്കറിയാമല്ലോ, ന്യൂലി വെഡഡ് വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ സ്നേഹബന്ധത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എത്രമാത്രം ഡിവോട്ടഡ് ആണ് രണ്ടുപേരും, അന്യോന്യം, അല്ലെ? വളരെ സ്നേഹത്തിലാണ്. പക്ഷേ സമയങ്ങൾ കുറച്ച് പിന്നിടുന്നുവെന്ന് വിചാരിക്കുക. ഓക്കെ, 1 വർഷം കഴിഞ്ഞു, ആദ്യത്തെ കുട്ടി പിറന്നു. ആദ്യത്തെ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഭാര്യയുടെ ശ്രദ്ധ മുഴുവൻ ആരിലേക്കായി? കുഞ്ഞിലേക്കായി. ഓക്കെ, ഭർത്താവിനോട് സ്നേഹമൊക്കെ ഉണ്ട്, എന്നാൽ പണ്ടത്തെ പോലെ സമയങ്ങൾ സ്പെൻഡ് ചെയ്യുവാനില്ല. ആഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ പറയും, മറ്റേ ഒരു പാത്രത്തിൽ നിന്നുണ്ടവർ ഇപ്പൊ പറയുന്ന എന്താ? അവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒന്നെടുത്ത് കഴിച്ചോണേ, ഞാൻ കുഞ്ഞിനെ ഒന്ന് നോക്കിക്കോട്ടെ അല്പം. എന്നാൽ പിന്നെയും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം കുറെ കാലങ്ങൾ കഴിയുന്നു. കാലങ്ങൾ കഴിയുന്തോറും നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഭാര്യയാണ് ഭർത്താവാണ്, കാര്യമൊക്കെ ശരിയാ. പക്ഷെ ഇന്ന് രണ്ടുപേരും അന്യോന്യം കാണാൻ പോലും അവർക്ക് സമയങ്ങളില്ല. അത്രത്തോളം അവർ ലൈഫിൽ എന്തായി? ബിസിയായി. ഓക്കെ, അവരുടെ ബന്ധത്തിന് തുലിച്ചിൽ വല്ലതുമുണ്ടോ? ഒന്നുമില്ല. അവർ ഭാര്യയും ഭർത്താവുമാണ്. പക്ഷേ എന്നാൽ ആദ്യത്തെ പോലെ ആ ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധം, അങ്ങനെ കൂടെ ഇരിക്കുവാൻ അന്യോന്യം ആ ഒരു റിലേഷൻ ഇന്നുണ്ടോ? നമ്മുടെ സ്നേഹത്തിൽ ഒരു തണുപ്പ് സംഭവിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ഇന്ന് ചില കുടുംബങ്ങളെ നമ്മൾ നോക്കിയാൽ കാണാം, ഒരു റൂഫിനുള്ളിൽ അവർ കഴിയുന്നു, എങ്കിലും അവർ 2 മുറികളിൽ അവർ ഉറങ്ങുന്നു. ചില ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും മീഡിയേറ്റേഴ്സ്. ഭർത്താവിന് ചായ വേണമെങ്കിൽ മോളെ വിളിച്ചിട്ട് പറയും, മോളെ മമ്മിയോട് പറഞ്ഞ ഡാഡിക്ക് ഒരു ചായ ഉണ്ടാക്കി തരാൻ. കുഞ്ഞു പോയി പറയും, ഡാഡി മമ്മി ഡാഡിക്ക് ഒരു ചായ വേണം. ആ ചായ ഉണ്ടാക്കി മകളുടെ കയ്യിൽ കൊടുത്തു വിടുന്നു. ഭർത്താവ് അത് കുടിക്കുന്നു. എന്നിട്ട് ഭാര്യ ചിലപ്പോൾ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് പറയും, കുഞ്ഞിനോട് പറയും, മോളെ ഉണ്ടാക്കി ഡാഡിയെ വിളിച്ചിട്ട് കഴിക്കാൻ പറ. കാരണം കുഞ്ഞുങ്ങളാണ് ഇന്ന് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിലുള്ള മീഡിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഏജൻസ് എന്ന് പറയുന്നത്. അന്യോന്യം അവർക്ക് എന്തില്ല? കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവിടെ കോട്ടം സംഭവിച്ചു. ഹല്ലേലൂയ. ചിലരെ അന്യോന്യം സംസാരിക്കുക പോലുമില്ല, വളരെ വെറുപ്പോടെ. കാരണം അന്യോന്യം കണ്ടാൽ കുരിശ്, പണ്ട് പറയുന്ന പോലെ കുരിശ് കാണുമ്പോൾ പിശാച് എപ്രകാരം വിറച്ച് ഓടി പുറകോട്ട് പോകുന്നു എന്ന് പറയുന്ന പോലെ ഭാര്യയുടെ മുഖം കാണുമ്പോൾ ഭർത്താവ് തിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഭർത്താവിന്റെ മുഖം കാണുമ്പോൾ ഭാര്യ തല വെട്ടിച്ചുകൊണ്ട് മാറിപ്പോകുന്നു.
അപ്പം ഇവിടെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇങ്ങനെയുള്ള ഓരോ ബന്ധങ്ങളെയാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഒരിക്കലും ഒരു ഭർത്താവ് ഇങ്ങനെ ഭാര്യയോട് അവർക്കിടയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് രാവിലെ എവിടെയോ എഴുന്നേറ്റ് പോകണം. അപ്പോൾ ഭാര്യയ്ക്ക് മേശപ്പുറത്തെ ഡൈനിങ് ടേബിളിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചു. എന്താ? എന്നെ 5 മണിക്ക് എന്നെ ഉണർത്തണം. 5 മണിക്ക് എന്നെ ഉണർത്തണം എന്ന് എഴുതി വെച്ചു. എന്നിട്ട് അദ്ദേഹം പോയി സുഖമായിട്ട് ഉറങ്ങി. കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം ഇതായിരുന്നു, ഓക്കെ ഭാര്യ എന്നെ 5 മണിയാകുമ്പോൾ വന്ന് വിളിക്കും. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം നന്നായിട്ട് ഉറങ്ങി. പക്ഷെങ്കിൽ അദ്ദേഹം എഴുന്നേറ്റത് 7 മണിക്കാ. വളരെ ദേഷ്യത്തോടെ ഭാര്യയോട് ചോദിച്ചു, എന്താണ് നീ എന്നെ വിളിക്കാഞ്ഞത്? അപ്പോൾ ഭാര്യ പറഞ്ഞു, അവിടെ നോക്കിക്കേ, കൈ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ നോക്കിക്കേ. അവിടെ നോക്കിയപ്പോ അവിടെ ഒരു കുറിപ്പിരിപ്പുണ്ട്. എന്താണ്? ഇറ്റ്സ് 5 o'clock, get up. 5 മണിയായി, എഴുന്നേൽക്കുക. പ്രിയപ്പെട്ടവരെ, പല കുടുംബങ്ങളിലും ഇപ്രകാരമാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നോക്കിക്കേ, അവിടെ ബന്ധത്തിന് കുറവുണ്ടോ? അവർ ഭാര്യയും ഭർത്താവുമല്ലേ? പക്ഷേ അവരുടെ സ്നേഹത്തിന് എന്ത് സംഭവിച്ചു? കോട്ടം സംഭവിച്ചു, തണുപ്പ് സംഭവിച്ചു. ഇതുപോലെ തന്നെ ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധത്തിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ആ ആദ്യ ദിനങ്ങൾ, ഹല്ലേലൂയ, നമുക്ക് കർത്താവുമായിട്ടുള്ള ഡിവോഷൻ, ആ കമ്മിറ്റ്മെന്റ്, ആ സ്നേഹബന്ധം പ്രകാരമായിരുന്നു. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ, ഹല്ലേലൂയ, ആ ബന്ധത്തിന് എവിടെയെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടോ? ഇന്നും കർത്താവിന്റെ അടുത്തിരിക്കുവാൻ, അവനുമായി സല്ലപിക്കുവാൻ, അവനോട് സംസാരിക്കുവാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ നാം ത്രിൽഡ് ആണോ? ഹല്ലേലൂയ. അതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കിന്നൊരു മടങ്ങി വരവ് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. നാം എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്താലും ആ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക്, ആ ഡിവോഷനിലേക്ക്, ആദ്യ സ്നേഹത്തിലേക്ക്, ഫസ്റ്റ് ലവിലേക്ക് നാം തിരിച്ചു വന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ കാര്യം പരിതാപകരമാണെന്ന് ഓർക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് നമുക്ക് കർത്താവിന് വേണ്ടി ഒരുങ്ങാം. ഹല്ലേലൂയ. രണ്ടാമതായി നാം കാണേണ്ടത്, നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നാം ഒരുങ്ങിയിരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 21:36 വാക്യം. ലൂക്കോസ് 21:36. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. മർക്കോസ് 13:33. ആ കാലം എപ്പോൾ വന്നു എന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. ഹല്ലേലൂയ. പിന്നെയും നാം എഫെസ് ലേഖനം 6-ാമത്തെ വാക്യം, കൊലോഷ്യൻസ് 4:2, 1 തെസ്സലോനിക്കർ 5:18, ഈ വാക്യങ്ങളെല്ലാം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിലും സ്തോത്രം ചെയ്യുവീൻ, ഹല്ലേലൂയ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ, അല്ലെ എന്നൊക്കെയാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. അപ്പോൾ കർത്താവിന്റെ വരവ് എപ്പോൾ, ഏത് സമയത്ത് എന്ന് നാം അറിയുന്നില്ല. അതൊരു കള്ളന്റെ വരവ് പോലെ ആയിത്തീരും. സമയവും കാലവും ഒന്നും നമ്മൾക്കറിയാത്തത് കൊണ്ട് ഏത് സമയത്തും നാം ഒരുങ്ങി പ്രാർത്ഥിച്ച് ഉണർന്ന് കാത്തിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. പ്രാർത്ഥനയിൽ നാം ഒരുക്കമുള്ളവരായിരിക്കാം. എന്താണ് പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ? നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ദൈവത്തോട് പറയുന്നതല്ല. കർത്താവ് ഇന്നത് വേണമെന്ന് പറയുന്നതല്ല. അല്ലെങ്കിൽ എനിക്ക് സൗഖ്യമാക്കണം, എനിക്ക് അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ്. ഹല്ലേലൂയ. നമ്മുടെ പിതാവുമായിട്ടുള്ള നമ്മുടെ വാർത്താവിനിമയമാണ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ പകരുകയാണ്. ഹല്ലേലൂയ. നമുക്കുള്ളതെല്ലാം നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ പിതാവിനോട് ഹല്ലേലൂയ സമർപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, പിശാച് അലറുന്ന സിംഹം പോലെ തന്റെ വൃതന്മാരെയും തെറ്റിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിൽക്കുന്നതെന്ന് തോന്നുന്നവൻ
വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് ദുഷ്കാലമാണ്. പിശാച് ആരെയും എങ്ങനെ തന്റെ വ്രതന്മാരെയും തെറ്റിക്കുവാൻ അവൻ ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാ. അതുകൊണ്ട് നമ്മള് ഈ ദിവസങ്ങൾ വളരെ ജാഗ്രതയോടെ ഉണർന്ന് ഹല്ലേലൂയ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, ഹല്ലേലൂയ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോകാതിരിപ്പാൻ, ലോകസ്നേഹം നമ്മുടെ ഉള്ളിൽ കടന്നുകൂടാതിരിപ്പാൻ, ഹല്ലേലൂയ ഉയരത്തിലെത്തുന്നത് തന്നെ അന്വേഷിപ്പാൻ, ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും ആ നിർമ്മലതയിലും നാം വളർന്നു വരുവാൻ, പ്രാർത്ഥനയിൽ ജാഗരിപ്പാൻ, പ്രാർത്ഥനയോടെ നാം ഒരുങ്ങിയിരിപ്പാൻ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പോകുക. മൂന്നാമതായിട്ട് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യെഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 28:18 മുതൽ 20 കൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്നത് വിറ്റ്നസിംഗ്. നമ്മൾ കർത്താവിനെ സാക്ഷിക്കുന്നതിൽ, കർത്താവിനെ വെളിപ്പെടുത്തുന്നതിൽ, മറ്റുള്ളവർക്ക് കർത്താവിനെ കാട്ടിക്കൊടുക്കുന്നതിൽ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. We should be ready by witnessing the Lord. Hallelujah. മറ്റുള്ളവരെ, യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, അനേകരെ നീതിയിലേക്ക് നടത്തുവാൻ. ദാനിയേലിന്റെ പ്രവചനത്തിൽ വായിക്കുന്നു, അനേകരെ നീതിയിലേക്ക് നടത്തുന്നവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, ഈ സത്യം അറിയാത്തവരെ, യേശുവില്ലാത്ത ജനങ്ങളെ യേശുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, അവരെ കൂടെ ക്രിസ്തീയ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ, അങ്ങനെ യേശുവിന്റെ സാക്ഷികളായി നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ഒരുങ്ങിയിരിക്കുന്നവരാണ് തന്റെ ദൗത്യത്തിൽ കൃത്യനിഷ്ഠതയോടെ തന്റെ ദൗത്യം നിർവഹിക്കുന്നവരാണ്. അവരെയാണ് കർത്താവ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ഹല്ലേലൂയ, എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിപ്പി എന്ന് അവരോടാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. മാർട്ടിൻ ലൂഥർ പ്രകാരം പറയുവാനായിട്ട് ഇടയായിരുന്നു, നാളെ കർത്താവ് വരുന്നു എന്ന് വിചാരിക്കുക, but I will complete my responsibility today, or I will complete all the work that I have to do and complete it today itself. കർത്താവ് നാളെ വരും, അതുകൊണ്ട് മതി ഇനിയൊന്നും അതിനുവേണ്ടി സ്തോത്രം എന്ന് പറഞ്ഞിരിക്കാനല്ല, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെല്ലാം ഇന്ന് ചെയ്ത് തീർക്കേണ്ടത് ഞാൻ ചെയ്ത് തീർക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മോടുമുള്ള ദൈവത്തിന്റെ ആ വലിയ ഹല്ലേലൂയ ആഹ്വാനം ഇതാണ്. ഹല്ലേലൂയ. നാം കർത്താവിന്റെ സാക്ഷികളായിരിക്കുക. നാം ഇത് കാണുകയാണ്. അതായത് കർത്താവിനോടുള്ള സ്നേഹത്തിൽ, ആ ഡിവോഷനിൽ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് കർത്താവ് ഒരിക്കലും നമ്മളിൽ ആരോടും പറയുവാൻ ഇടവരരുത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയിൽ എപ്പോഴും ജാഗരിച്ച് അതിലെപ്പോഴും നാം ഒറ്റിരിക്കണം. നമ്മൾ കർത്താവിനെ സാക്ഷിക്കുന്നതിൽ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഇനി നാലാമതായിട്ട് ഒരു കാര്യം, നമ്മുടെ ശുദ്ധീകരണത്തിൽ അല്ലെങ്കിൽ വിശുദ്ധിയിൽ നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. Revelations 22:11-12. വെളിപ്പാട് പുസ്തകം 22:11-12 വാക്യങ്ങൾ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ. അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, എന്നാൽ നീതി ചെയ്യുന്നവൻ ഇനിയും തന്നെ നീതീകരിക്കട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. പ്രിയപ്പെട്ട, നാം എല്ലാവരും കർത്താവിന്റെ വിശുദ്ധന്മാരാണ്. ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. നാം നീതിമാന്മാരാണ്. എന്നാൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഓരോ ദിവസവും ഈ വിശുദ്ധിയിൽ വളർന്നു വരണം എന്നുള്ളതാണ്. തന്റെ വിശുദ്ധിയിൽ നാം വളർന്നു വരണം, തന്റെ നീതിയിൽ നാം വളർന്നു വരണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി കർത്താവ് നമുക്ക് അനേക റിസോഴ്സസ് തന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എസ്തറിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. എസ്തറിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കാം.
എസ്തർ 2:3. രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം. അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെയും ശേഖരിച്ച് ശൂഷൻ രാജധാനിയിലെ അന്തപുരത്തിൽ രാജാവിന്റെ ഷണ്ഡനായി അന്തപുരപാലകനായ ഹെഗായിയുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുവാൻ, നമ്മൾ വിശുദ്ധിയിൽ അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധീകരണത്തിൽ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം വിശുദ്ധിയിൽ ദൈവം നമ്മളെ വിശുദ്ധരാക്കിയിരിക്കുക. എന്നാൽ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാം വിശുദ്ധിയിൽ വളരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ശുദ്ധീകരണത്തിന്റെ ആവശ്യകതയുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ അതൊരു ഉദാഹരണത്തിലൂടെ കാണിച്ചു തരുവാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്കറിയാമല്ലോ, എസ്തർ ആ പെൺകുട്ടി അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യയായിരുന്ന വസ്തി രാജാവിന്റെ കൽപ്പന ലംഘിച്ചത് മൂലം അവളെ രാജ്യസ്ഥാനത്ത് നിന്നും മാറ്റി. ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ പുതിയ ഒരു രാജ്ഞിയെ തിരഞ്ഞെടുക്കുന്ന സംഭവമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത് ആ പേർഷ്യ ആ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സുന്ദരികളായ യുവതികളെ ശൂഷൻ രാജധാനിയിൽ അഹശ്വേരോശ് രാജാവിന്റെ ആ അന്തപുരത്തിൽ കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഈ അനേക പെൺകുട്ടികൾ അവിടെയുണ്ട്. അവരെ പാലിക്കുവാൻ ഹെഗായി എന്ന് പറയുന്ന ഒരു ഷണ്ഡനെയാണ് കാര്യവിചാരകനായി ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ആജ്ഞ ഇതുപോലെയാണ്: 1 വർഷക്കാലം അവർ അവിടെ ആ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ അവരുടെ ശുദ്ധീകരണ കാലം അവർക്ക് തികയ്ക്കേണ്ടതുണ്ട്. എത്ര കാലമാണ്? 1 വർഷം അല്ലെങ്കിൽ 12 മാസം. അതിനെ 2 വിഭജിച്ചിട്ടുണ്ട്. 6 മാസം വീതം. ഇങ്ങനെ 1 വർഷം കംപ്ലീറ്റ് ആയിട്ട് അവർ ആ അന്തപുരത്തിൽ താമസിച്ച് അവരുടെ ശുദ്ധീകരണ കാലം തികഞ്ഞതിന് ശേഷമാണ് രാജാവിന്റെ സന്നിധിയിലേക്ക് അവർ ആനയിക്കപ്പെടുന്നത്. ഏത് പെൺകുട്ടിയാണോ രാജാവിന് ബോധിക്കുന്നത്, ആ പെൺകുട്ടിയുടെ തലയിൽ രാജാവ് ആ രാജ്ഞിയുടെ കിരീടം വയ്ക്കും. ഹല്ലേലൂയ. ഇതാ ഇവിടെ മൊർദെഖായി തന്റെ ചിറ്റപ്പന്റെ മകളായ അനാഥ പെൺകുട്ടിയായ എസ്തറുമായി ഇവിടെ ശൂഷൻ രാജധാനിയിൽ ആ അന്തപുരത്തിൽ പെൺകുട്ടിയാക്കി. ഹല്ലേലൂയ. എന്നാൽ അവിടെ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ആ യുവതിയെ അവന് ബോധിച്ചു. ഹല്ലേലൂയ. അവർ കടന്നു വന്നതേ ഉള്ളൂ. അവിടെ ഒരു പ്രിപ്പറേഷനും തുടങ്ങിയിട്ടില്ല, ഒരു ശുദ്ധീകരണവും തുടങ്ങിയിട്ടില്ല. എന്നാൽ അവൾ ആ ഫസ്റ്റ് സൈറ്റിൽ തന്നെ, അവൾ വന്നപ്പോൾ തന്നെ, മൊർദെഖായി അവളെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഹഗായിക്ക് ഈ യുവതിയെ ബോധിച്ചു. അവളോട് പക്ഷം തോന്നി. ഹല്ലേലൂയ. ഷീ ഫൗണ്ട് ഫേവർ വിത്ത് ഹെഗായി. ഹെഗായിക്ക് അവളോട് പ്രിയം തോന്നി, പക്ഷം തോന്നി. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകതയാണിത്. ഷീ ഈസ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് അവൾ വ്യത്യസ്തയാണ്. നോക്കിയപ്പോൾ ഇവളുടെ സംസാരം, ഇവളുടെ വേഷം, ഇവളുടെ ചലനം എല്ലാം മറ്റുള്ളവരിൽ നിന്നും ഒരു പ്രത്യേകത. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം അവളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൾ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തയാ. ഹല്ലേലൂയ. ജോസഫിനെ നമുക്കറിയാമല്ലോ. പൊത്തിഫറിന്റെ ഭവനത്തിൽ വന്നപ്പോൾ പൊത്തിഫറിന് അവനോട് വലിയ പ്രിയം തോന്നി. He found favor with Potiphar. Hallelujah. പിന്നെ ജയിലിൽ അടച്ചപ്പോൾ ആ ജയിലർക്ക് അല്ലെങ്കിൽ കീപ്പർ ഓഫ് ദ പ്രിസൺ, ആ ജയിലിന്റെ അധികാരിക്ക് ജോസഫിനോട് വലിയ പ്രിയം തോന്നി. കാരണം എന്ത്? ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദാനിയേലിനെ കുറിച്ച് നമുക്കറിയാം. The spirit of God was with him. ദൈവത്തിന്റെ ആത്മാവ് ദാനിയേലിൽ ഉണ്ടായിരുന്നു. നെബൂഖദ്നേസർ അവരോട് പ്രിയം തോന്നി. ദാര്യാവേശ് രാജാവിന് അവരോട് പ്രിയം തോന്നി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം എല്ലാ മനുഷ്യരെ പോലെ ലോകം പോകുന്നത് പോലെ പോകേണ്ടവരല്ല. ഒഴുക്കിന്റെ കൂടെ ഒഴുകേണ്ടവരല്ല, ഒഴുക്കിനെതിരെ ഒഴുകേണ്ടവരാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ഹല്ലേലൂയ. നമ്മളെ കാണുന്നവർ ഹല്ലേലൂയ യഥാർത്ഥമായും ഇവനൊരു ദൈവ പൈതലാണ് അല്ലെങ്കിൽ ഇവരും ദൈവമക്കളാണെന്ന് നമ്മളെ കുറിച്ച് പറയണം. ഹല്ലേലൂയ. നമ്മളെ കാണുന്നവർക്ക് ദൈവത്തിന്റെ ഫേവർ നമ്മളോട് തോന്നുവാനായിട്ട് ഇടയാകണം. എസ്തറിനെ അവൾക്ക് ബോധിച്ചു. അതുകൊണ്ട് അവൾക്ക് എന്ത് കൊടുത്തെന്നറിയാമോ? വേഗത്തിൽ അവൾക്ക് വേണ്ടുന്നതൊക്കെ കൊടുത്തു. ഇവിടെ അവൾക്ക്
കൊടുത്തത് 3 കാര്യങ്ങളാണ് കൊടുത്തത്. നമുക്ക് വേഗത്തിൽ നോക്കാം. അതിന്റെ 9ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ, അവൾക്ക് ഉപജീവനത്തിനുള്ളത്, എന്നിട്ട് 7 ബാല്യകാര്യത്തികൾ. ഹല്ലേലൂയ. ഈ 3 ഇവരുടെ പ്രിപ്പറേഷന് വേണ്ടി കൊടുത്തതാണ്. അവരുടെ ശുദ്ധീകരണ കാലം ഈ 1 വർഷത്തേക്ക് അന്തപുരത്തിൽ നിന്നും രാജാവിന്റെ അടുത്ത് പോകുന്ന ദിനം വരെ അവൾ അന്തപുരത്തിൽ പാർക്കുമ്പോൾ അവൾക്ക് വേണ്ടുന്ന 3 ഇനം സാധന കാര്യങ്ങളാണ് രാജാവിന്റെ രാജധാനിയിൽ നിന്ന് കൊടുത്തത്. ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ, 2ാമത് ഉപജീവനം, 3ാമത് 7 ബാല്യകാര്യത്തികൾ. ഈ പ്രിപ്പറേഷന് വേണ്ടി കൊടുത്തതിൽ, അവൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടി കൊടുത്തതിൽ 2 കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന് മൂർത്തൈലവും, മറ്റൊന്ന് സുഗന്ധ ദ്രവ്യവും. നിങ്ങൾക്ക് കഥയൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. നമ്മുടെ മുൻപിൽ സമയവും ഇല്ലല്ലോ. അതിന്റെ 2ന്റെ 12ാമത്തെ വാക്യത്തോട് വായിക്കേണ്ട. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, 6 മാസം മൂർത്തൈലം കൊടുക്കും, 6 മാസം സുഗന്ധദ്രവ്യം. എന്നാൽ ആദ്യം കൊടുക്കുന്നത് മൂർത്തൈലമാണ്. മിർ എന്ന് പറയും. മിർ എന്ന് പറയുന്നത് ഒരു കയ്പാണ്, കയ്പുള്ള ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിലെ ഈ ചില കുഴപ്പ കാര്യം പറഞ്ഞ പോലെ കയ്പുള്ള, അതിന്റെ മണം കേട്ടാൽ തന്നെ അറിയാം അല്ലെ, അത് വല്ലാത്ത ഒരു കയ്പുള്ള സാധനം. അതുപോലെ നല്ല ഒരു കയ്പുള്ള, അല്ലെങ്കിൽ ആരും അതിന്റെ മണം ഇഷ്ടപ്പെടാത്ത അങ്ങനെ ഒരു സാധനമാണ് ഈ മിർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 6 മാസം അവൾക്ക് വേണ്ടി കൊടുത്തത് ഈ മിർ തൈലമാണ്. അവൾക്കത് അതിന്റെ മണം ഇഷ്ടമല്ലാത്തതോടെ വേണ്ട എന്ന് പറയാൻ പറ്റില്ല. കാരണം അവളത് ശരീരത്തിൽ പുരട്ടിയേ പറ്റത്തുള്ളൂ. അതെല്ലാം പുരട്ടുമ്പോൾ വേണമെങ്കിൽ കുഴഞ്ഞിരിക്കും, നമുക്കൊരു അസ്വസ്ഥതയൊക്കെ തോന്നും. പക്ഷെ അതൊന്നും അവൾക്ക് വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. നിനക്ക് രാജാവിന്റെ മുൻപിൽ നിൽക്കണമോ, നിനക്കിത് ഈ തൈലം കൊണ്ട് നിനക്ക് മാലിഷ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ, ഇത് നീ അപ്ലൈ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അത് 1 ദിവസമല്ല, 2 ദിവസമല്ല, ഒരാഴ്ചയല്ല, നീണ്ട 6 മാസങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, അത് പുരട്ടി കഴിയുമ്പോൾ അത് ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും നീക്കിക്കളയും. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മുടെ ശരീരത്തിൽ ഫേസിലുള്ളതായ ഈ അഴുക്കൊക്കെ കളയാൻ ഫേസ് വാഷ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ക്ലെൻസിങ് ലോഷൻ എന്നൊക്കെ പറഞ്ഞത് സഹോദരിമാരൊക്കെ ഇങ്ങനെ പുരട്ടിയിട്ട് പിന്നെ കുറെ കഴിഞ്ഞ് ഈ കോട്ടനൊക്കെ വെച്ച് ഇങ്ങനെ റാപ്പ് ചെയ്തെടുത്ത് കളയുമ്പോൾ നല്ല കരിക്കട്ട പോലെ ഇരിക്കും. കാരണം അത്രയ്ക്കും നമ്മുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലീനാ, പക്ഷെ നമ്മുടെ ശരീരത്തിനകത്ത് എന്തുണ്ട്? അഴുക്കുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അഴുക്കുകളെയും വലിച്ചെടുത്ത് കളയുന്നതാണ് ഈ മൂർത്തൈലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എല്ലാ ഇമ്പ്യൂരിറ്റി നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നതാണ്. എന്നാൽ അത് കയ്പ, അത് ഇഷ്ടപ്പെടുന്നതല്ല. പക്ഷെ അത് നമുക്ക്, എന്നാൽ അത് കഴിയുമ്പോൾ എന്തുണ്ടെന്നറിയാമോ? സുഗന്ധദ്രവ്യം. ഹല്ലേലൂയ. നീ ഈ മൂർത്തൈലം നീ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഫ്രാഗ്രൻസ്, സുഗന്ധദ്രവ്യം. പ്രിയപ്പെട്ട നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെയാണ്. നമ്മൾ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. ഇവിടെ 1 വർഷക്കാലം കൊടുത്തിരിക്കുന്നു. ദ ഹോൾ 1 ഇയർ. നമ്മുടെ ജീവിതത്തിൽ ദ ഹോൾ ലൈഫ് ടൈം. ഹല്ലേലൂയ. നമ്മുടെ മുഴുവൻ ജീവിതകാലവും ഹല്ലേലൂയ ഈ മൂർത്തൈലവും ഈ ഫ്രാഗ്രൻസും നമുക്ക് അപ്ലൈ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ബിറ്റർ എക്സ്പീരിയൻസസ് എല്ലാം ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. അത് ചുമ്മാതൊന്നുമല്ല, നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ 12ാം അധ്യായം 10-11 വാക്യത്തിൽ നാം കാണുന്നത്. ഹല്ലേലൂയ. അപ്പൻ ശിക്ഷിക്കുമ്പോൾ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? മുഷിയരുത്. താൻ സ്നേഹിക്കുന്ന മക്കളെ അവൻ ശിക്ഷിക്കുന്നു. നാം നമ്മുടെ മക്കളെ ശിക്ഷിക്കുന്നു, നമുക്ക് ബോധിച്ചതുപോലെയൊക്കെ നാം ശിക്ഷിക്കുന്നു. എന്നാൽ അവൻ നമ്മളെ ശിക്ഷിക്കുന്നത് നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. ഹല്ലേലൂയ. നമ്മെ ദൈവം ശിക്ഷിക്കുന്നത്, ബാലശിക്ഷയിലൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത് നാം അവന്റെ വിശുദ്ധി പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വിശുദ്ധി പ്രാപിക്കുവാൻ. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ബിറ്റർ എക്സ്പീരിയൻസസും പ്രിയ ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു, അത് നിങ്ങളെ മുടിച്ചു കളയുവാനല്ല. ഹല്ലേലൂയ. നിങ്ങളെ തകർത്ത് കളയുവാനല്ല. ഹല്ലേലൂയ. അത് നിങ്ങളെ പണിയുവാനുള്ളതാ. ഹല്ലേലൂയ. നമ്മളെ പ്യൂരിഫൈ ചെയ്യുവാനുള്ളതാ. ഒരു തട്ടാനെ പ്രകാരം ഉലയിലിട്ട് ഒരു സ്വർണ്ണത്തെ അതിന്റെ കീടങ്ങളെല്ലാം മാറ്റിയിട്ട് ഒരു തങ്കമായ പ്രകാരം പുറത്തു വരുന്നു എന്നുപോലെ ദൈവം നമ്മളെയും ശുദ്ധീകരിക്കുന്ന ഓരോ പ്രോസസ്സാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് നാം സന്തോഷത്തോടെ അനുഭവിക്കും.
തീർക്കും. ഹല്ലേലൂയ. നിനക്കൊരു വിലാപമുണ്ടോ? നിനക്കൊരു ഡാൻസിങ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ദുഃഖ സമ്മിശ്രമാണ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എന്ത് വന്നെന്ന് പറഞ്ഞാലും ദൈവം അത് നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ആ നന്മ എന്താണെന്ന് അറിയാമോ? ആത്യന്തികമായ നന്മയാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന ക്ഷണികമായ നന്മയെ കുറിച്ചല്ല അത് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നാം ദൈവത്തോട് അനുരൂപപ്പെടുവാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, യേശു ക്രിസ്തുവിന്റെ സ്വഭാവം ഒപ്പിയെടുക്കുവാൻ, യേശു ക്രിസ്തുവിന്റെ സൗന്ദര്യം നമ്മളിലേക്ക് നമ്മൾ ഒപ്പിയെടുക്കുവാൻ, ഹല്ലേലൂയ, അങ്ങനെ നിത്യതയിൽ പ്രയോജനപ്പെടുന്ന ഒരു നന്മ, ഹല്ലേലൂയ, അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദുഃഖിച്ച് കരയരുത്. യാക്കോബ് പറയുന്നു, നാനാവിധമായ പ്രശ്നങ്ങളിൽ കൂടെ, പരീക്ഷകളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നു, സന്തോഷിച്ച് തുള്ളുവിൻ. ഹല്ലേലൂയ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം ജീവന്റെ കിരീടം അവൻ പ്രാപിക്കും. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നമുക്കറിയാം, അവിടെ അവർക്ക് ആ 3 കാട്ടം കാര്യങ്ങൾ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെ കൊടുത്തു. രണ്ടാമത് നമ്മൾ കാണുന്ന എന്താണെന്ന് അറിയാമോ? നമുക്ക് വേണ്ടി ദൈവ ശുദ്ധീകരണത്തിന് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? നമ്മളെ ശുദ്ധീകരിക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന് യേശു കർത്താവിന്റെ രക്തമുണ്ട്. The blood of Jesus Christ is available for us. ഹല്ലേലൂയ. ഏത് നിമിഷവും അടുത്ത് ചെല്ലാം. നാം കൺഫസ് ചെയ്യുന്നുവെങ്കിൽ, യേശു പറയുന്നെങ്കിൽ, അവൻ നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ അവൻ ശക്തനാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിലുണ്ട്. ഈ വചനം നമ്മെ ശുദ്ധീകരിക്കുക. ഹല്ലേലൂയ. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15:3 പറയുന്നു, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച ഈ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. Hallelujah. The word of God purifies us, cleanses us. Hallelujah. God has given us the Holy Spirit. ദൈവം നമുക്ക് തന്നെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. Hallelujah. നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഇതിലും വലിയ എന്താ പ്രിയപ്പെട്ടവരെ വേണ്ടത്? യേശുവിന്റെ രക്തം, ദൈവത്തിന്റെ വചനം, അവന്റെ പരിശുദ്ധാത്മാവ്. Hallelujah. ഈ മൂന്നിലും നമുക്ക് ആശ്രയിക്കാം. നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. Hallelujah. അതിനോടുകൂടെ അവർക്ക് ഉപജീവനത്തിന് വേണ്ടുന്നതെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടുന്നതെല്ലാം. ഒന്നിനെ കുറിച്ചും നിങ്ങൾ ഭാരപ്പെടരുത്. എന്തൊടുക്കും, എന്നൊന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെയും അവൻ അറിയുന്നു. അവൻ സമയാസമയത്ത് അത് തരും. ഹല്ലേലൂയ. നീ രാജാവിന്റെ പട്ടപുരത്തിലാണോ? ഹല്ലേലൂയ. നിനക്ക് വേണ്ടുന്ന എല്ലാ പ്രൊവിഷനും രാജാവിന്റെ സ്ഥലത്തിൽ നിന്ന് തരുവാൻ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പിന്നെയും കാണുന്നു, 7 ബാല്യക്കാരത്തുകളെ കൊടുത്തു. എന്താണ് 7ന്റെ പ്രത്യേകത? ദൈവത്തിന്റെ വചനത്തിൽ 7 പൂർണ്ണതയെ കാണിക്കുന്നു. റെവലേഷൻസ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ അറിയാം, 7 സഭകളുടെ ദൂതൻ, അല്ലെ, 7 സഭകൾ, അല്ലെങ്കിൽ 7 ഗോൾഡൻ ലാംപ്സ്, 7 നിലവിളക്കുകൾ, 7 നക്ഷത്രം, അല്ലെ, നമ്മൾ പാടുന്ന പാട്ടുകൂടി 7 നിലവിളക്കുകൾ, 7 നക്ഷത്രം വലം കൈ പിടിച്ച്. അപ്പോൾ അങ്ങനെ അതിന്റെ അർത്ഥം, അപ്പോൾ അത് അതിന്റെ 1:20 തന്നെ വ്യാഖ്യാനിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്, അതായത് ഈ നിലവിളക്കുകൾ എന്ന് പറയുന്നത് 7 സഭകളെ കാണിക്കുന്നു. ഈ 7 നക്ഷത്രം എന്ന് പറയുന്നത് 7 സഭയുടെ ദൂതൻ എന്ന് പറഞ്ഞാൽ the servants of the Lord, ആ സഭയെ നയിക്കുന്ന അതിന്റെ ശുശ്രൂഷക്കാരെ കാണിക്കുന്നു. ഇപ്പോൾ 7 ബാല്യക്കാരത്തികളെ കൊടുത്തു എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, അതിന്റെ ആത്മീയ അർത്ഥം നാം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മെ പ്രിപ്പയർ ചെയ്യുവാൻ ദൈവം തന്റെ ദാസന്മാരെ നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇടയന്മാരെ തന്നിട്ടുണ്ട്, അപ്പോസ്തലന്മാരെ തന്നിട്ടുണ്ട്, പ്രവാചകന്മാരെ, എല്ലാ ശുശ്രൂഷക്കാരെ, ടീച്ചേഴ്സിനെ എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എന്തെല്ലാം റിസോഴ്സസ് ആ ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ആ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞതുപോലെ അവന് കോച്ചിങ് ഉണ്ട്, അവന് ബുക്സ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവൻ അതൊന്നും എടുത്ത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവനൊരു പ്രയോജനമില്ലാതാകുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, ഈ റിസോഴ്സസ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, ഹല്ലേലൂയ, ഇതൊക്കെയും ഒരു പ്രയോജനവും ഇല്ലാത്തതായി തീരും. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ 12 മാസം തികഞ്ഞതിന് ശേഷം ഇവർക്കിതാ മുറ വരുന്നു. ഓരോരുത്തരെയായി രാജാവ് വിളിക്കുന്നു. പിന്നെയും അവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ഓരോ സ്ത്രീക്കും ഈ അന്തഃപുരത്തിൽ നിന്ന് രാജാവിന്റെ കൊട്ടാരം വരെ പോകുമ്പോൾ അവരുടെ കൂടെ കൊണ്ടുപോകുന്നതിന് അവർ ചോദിക്കുന്നത് എല്ലാം രാജാവ് അവർക്ക് കൊടുക്കും.
ഹല്ലേലൂയ. അത് നിങ്ങൾ വായിക്കണമേ. ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഈ ഭാഗങ്ങളൊന്നും എടുത്തു വായിക്കാത്തത്. എന്നാൽ ഈ 2-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വീട്ടിൽ പോയി നന്നായി നിങ്ങൾ വായിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, ഓരോ സ്ത്രീക്കും തന്റേതായ മുറ വരുമ്പോൾ അവരിതാ രാജാവിന്റെ വിളി വരുന്നു, അവർ പോകുന്നു, രാത്രിയിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ പോകുന്നു, രാവിലെ വരെ അവർ ചിലവഴിച്ച ശേഷം പിന്നെ 2-ാമത്തെ അന്തഃപുരത്തിലേക്കാണ് അവൾ പോകുന്നത്. ഹല്ലേലൂയ. ആദ്യത്തെ 1-ാമത്തെ അന്തഃപുരത്തിൽ നിന്ന് അവൾ രാജാവിന്റെ രാജധാനിയോളം പോകുമ്പോൾ കൊണ്ടുപോകുവാൻ അവൾ ചോദിക്കുന്നത് എല്ലാം അവൾക്ക് കൊടുക്കും. എന്നാൽ എസ്തറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. അവളെ കുറിച്ച് പ്രകാരമാണ് വായിക്കുന്നത്. അതിന്റെ 15-ാമത്തെ വാക്യത്തിലാണ് തോന്നുന്നു. എസ്തർ എന്ന് വായിച്ച ആ വാക്യം മാത്രം ഒന്ന് വായിക്കാം. 2:15. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായിട്ട് എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബിയേലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ഡനും അന്തഃപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ അവൾ ഒന്നും ചോദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കണമേ. നമുക്ക് ചോദിക്കുവാൻ അവകാശമുണ്ട്. നീ ചോദിക്കുന്നതെല്ലാം രാജാവ് നിനക്ക് തരും. ഒന്നും അവൻ മറച്ചു വെക്കത്തില്ല, അല്ലെങ്കിൽ ഒന്നും തരാതിരിക്കത്തില്ല. നിനക്ക് ചോദിക്കാം. അങ്ങനെ എല്ലാ പെൺകുട്ടികളും ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഓരോ പെൺകുട്ടിയും ഈ അന്തഃപുരത്തിൽ നിന്ന് എത്ര ദൂരമുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഓർക്കണമേ, 1-ാമത്തെ അന്തഃപുരത്തിൽ നിന്ന് അവൾ രാജാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത് വരെ കുളിക്കാനോ അല്ലെങ്കിൽ മേക്കപ്പിനുള്ളതോ വാട്ടവർ മേ ബി, അല്ലെങ്കിൽ അവൾക്ക് എന്ത് വേണമോ അതൊക്കെയും അവിടെ അതിന്റെ ലിസ്റ്റൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അവൾ എന്ത് ചോദിച്ചാലും കൊടുക്കുമെന്നായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ ചോദിച്ചു. എന്നാൽ എസ്തറിനെ പറ്റി അവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവൾ ഹേഗായി പറഞ്ഞതല്ലാതെ ഒന്നും ചോദിച്ചില്ല. ഹല്ലേലൂയ. ആരാണ് പ്രിയപ്പെട്ടവരെ ഈ ഹേഗായി? ഈ ഹേഗായി ആരുടെ നിഴലായിട്ടാണ് നിൽക്കുന്നത്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിഴലായി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഇന്ന് അന്തഃപുരവാസികളാണ്. ഹല്ലേലൂയ. നമ്മൾ രാജാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ ആ സമയം അടുത്തു വരുന്നതേ ഉള്ളൂ. നമ്മുടെ ശുദ്ധീകരണ കാലം പ്രിപ്പറേറ്ററി പീരീഡ് നടന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം രാജാവിന്റെ മുൻപിൽ നമ്മൾ നിൽക്കേണ്ടതായിട്ടുണ്ട്. അന്ന് രാജാവിന് ബോധിച്ചാൽ ആ കിരീടം നമ്മുടെ തലയിൽ വയ്ക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നമ്മളെ പരിപാലിക്കേണ്ടതിന് നമ്മുടെ രക്ഷകനായി ദൈവം നമുക്ക് തന്നിട്ടുള്ള ഹേഗായി ആരാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ലേഖനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ആഴങ്ങളെയും അവന്റെ മനസ്സിനെയും ഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവല്ലാതെ ആരാണ്? ഹല്ലേലൂയ. നമുക്ക് വേണ്ടുന്നത് എന്തെന്ന് പരിശുദ്ധാത്മാവിന് അറിയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ തീർച്ചയായും ആ ഹൃദയത്തിലുള്ളത് എന്തെന്ന് അവനറിയാം. അവനിഷ്ടമുള്ളത് എന്തെന്ന് ആ പരിശുദ്ധാത്മാവിന് അറിയാം. തന്നെ ഹേഗായുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ ആ നിയന്ത്രണത്തിന് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് പോലെ നയിക്കപ്പെടുവാൻ നമ്മളെ പൂർണ്ണമായും ഏൽപ്പിച്ച് കൊടുക്കുമോ? ഹല്ലേലൂയ. എന്തും ചോദിക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തും ചോദിക്കാം. പക്ഷെ നിങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്നും ചോദിച്ചില്ലെങ്കിലും ഉയരത്തിലുള്ളത് മാത്രം, ആ രാജാവിനെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ഏകാഗ്രതയിൽ ആ നിർമ്മലതയിൽ മാത്രം നിങ്ങൾ ജീവിച്ചാലും മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ സകലവും തരാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ നമ്മളെ കൈവിടുമോ? ഹല്ലേലൂയ. ഒരിക്കലും കൈവിടുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ ഈ ലോകത്തിലും ഈ ലോകത്തിലുള്ളതിനുമായി പോകാതെ നമുക്ക് വേണ്ടുന്നതൊന്നും ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം ഇവിടെ കൊണ്ട് നശിച്ചു പോകും. എന്നാൽ നശിക്കാത്തതായ നിലനിൽക്കുന്നതായ ഒന്നിനെ നമുക്ക് നേടാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരാം. ഹല്ലേലൂയ. ഈ എസ്തറിനെ പോലെ അതേ നമ്മുടെ ദിനം ഇതാ ഞാൻ വേഗം വരുന്നു. ഹല്ലേലൂയ. ഓരോരുത്തര് അവനവന്റെ പ്രതിഫലം കൊടുക്കുവാൻ ഹല്ലേലൂയ എന്റെ മക്കൾ പ്രതിഫലമുണ്ട്. ആ കിരീടം നമ്മുടെ തലയിൽ വെക്കുവാൻ ഇടയാകുന്നു. ഈ എസ്തറിനെ പോലെ നാം അതിനുവേണ്ടി ഏകാഗ്രതയോടെ ജീവിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രദ്ധ ഏതിലാണ്? വിശുദ്ധിയെ തികച്ച് നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഹല്ലേലൂയ. ഈ പാട്ടിന്റെ അടികളി പ്രകാരം പാടുന്നുണ്ടല്ലോ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരും